ഹലോ. ആ പറയൂ മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ ഓക്കെ. അറിഞ്ഞിരുന്നല്ലേ. ആ ഇല്ല മാം, സാർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. മീറ്റിംഗ്സിൻ്റെ ടൈം മാറ്റിയ കാര്യം മെയിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഞാൻ സാറ് വരുമ്പോൾ പറയാം മാം. ഓക്കെ ഷുവർ മാം. താങ്ക് യു. ഇന്ന് വരണ്ടായിരുന്നു. എന്ത് ബോറിങ് ഡേ അല്ലേ. സാറും വന്നില്ല. ശരിയാ നീ പറഞ്ഞത്. രാവിലെ തന്നെ ഒരു സുഖമില്ല. ഇന്ന് വരണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഹേയ് ഗേൾസ്, ഞാൻ വന്നു. എന്താ എന്തു പറ്റി? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. സാധാരണ ഇങ്ങനല്ലല്ലോ ഇവിടെ. എന്റെ ദേവാ, സാറ് വന്നിട്ടില്ല. എനർജി ബൂസ്റ്റർ വരാതെ ഞങ്ങളൊക്കെ എങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നേ. അങ്ങനെ ഇത് വന്നില്ലേ? എന്റെ ദൈവമേ, ഞാൻ വന്നപ്പോ തന്നെ നല്ല ന്യൂസ് ആണല്ലോ കേട്ടത്. സന്തോഷം കണ്ടേരി ഇരിക്കാൻ വയ്യ. എന്നാ 2 സ്റ്റെപ്പ് അങ്ങോട്ട് നടക്ക്. അവളുടെ ഒരു തമാശ. കൊച്ചു കള്ളി. പിന്നെ നിങ്ങള് അയാളിവിടെ ഇല്ലെന്നും പറഞ്ഞിട്ട് എന്തിനാ സങ്കടപ്പെടുന്നേ? ഞാൻ ഇല്ലേ ഇവിടെ? ഗൈസ്, സാർ വന്നു. നാശം. ഇന്നാരെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇന്നത്തെ ഒരു ദിവസം ഇങ്ങർക്ക് ലീവ് എടുക്കല്ലോ. ഇന്നത്തെ എന്റെ പ്ലാനിങ് ഒക്കെ തകർന്ന്. അയ്യോ, ഫ്രണ്ടിൽ പോയി നിന്നില്ല. ഈ പണ്ടാരക്കാലിൽ വരാൻ കണ്ട നേരം. ഡേയ് മച്ചാ, എന്താണ് പിടി? സീനാണാ? എന്തിനാ നീങ്ങളിങ്ങനെ ഓടുന്നേ? എന്റെ പൊന്നു ബടി, സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല. ആ കാലം വന്നിട്ടുണ്ടാ. പോയി പണിയെടുക്കുന്ന പോലെ അഭിനയിക്കിച്ചല്ലേ. പോ. ഡാർക്കാണല്ലോ മച്ചാനെ. പറഞ്ഞത് നന്നായി. എന്നാ ശരി, ഞാനെന്നാ പോയേക്കുവാ. ക്യാൻറ്റീനിൽ വെച്ച് കാണാം. ഗുഡ് മോർണിംഗ് സോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സോ. എന്തോന്നാ എന്റെ സൂസമ്മേത്? നമുക്കിടയിൽ ഈ സാറുവിളിയുടെ ഒക്കെ ആവശ്യമുണ്ടോന്നേ? ഞാൻ എത്ര വട്ടം ഈ പറയുന്നത് നിന്നോട്. കോൾ മീ വിന്നി അല്ലേ? വേണ്ട, ആ വിളിക്കൊരു സുഖമില്ല. നമ്മൾ ഈ നസ്രാണികളല്ലയോ, അപ്പോ ആ വിളി ചേരൂല. നീ എന്നെ വിന്നിച്ചായനങ്ങ് വിളിച്ചോടി. അതാകുമ്പോ എനിക്ക് കേക്കാൻ നല്ല സുഖവാ. അയ്യോ, ദേ ഒലിച്ചിറങ്ങുന്നു. അങ്ങോട്ട് തുടച്ചു കാണാം. കോപ്പ്. ഈ മിനിച്ചിന്റെ ഒരു കാര്യം. അപ്പൊ ശരി, ഞാനെന്നാ അങ്ങോട്ട് പോവാ. കാണാം. എന്താണ് സുത്തു, മുഖത്തൊരു വാട്ടം? കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലല്ലോ. ഒന്നുമില്ലേ. നമ്മളെ ഒന്നും ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. അതെന്താ സുത്തു ഇപ്പൊ അങ്ങനെ ഒരു ടോക്ക്? പണ്ടൊക്കെ വരുമ്പോ ആദ്യം എന്നോടായിരുന്നു മിണ്ടുന്നത്. ഇപ്പൊ അങ്ങനല്ലല്ലോ. ഇപ്പൊ മറ്റു ചിലരൊക്കെ ആയി. അല്ലേലും അത്രയൊക്കെ ഉള്ളൂ എല്ലാം. അയ്യടാ പാവം. ഇവളൊക്കെ ഇതെന്ത് കണ്ടിട്ടാണാവോ? അപ്പൊ അതാണ് കാര്യം. എന്റെ പൊന്ന് സുത്തു, ഏതേലും ദിവസം നിന്നെ മൈൻഡ് ചെയ്യാതെ ഞാൻ ഇരുന്നിട്ടുണ്ടോ? വെറുതെ ഓരോന്നാലോചിച്ച് നിന്റെ ഈ കുഞ്ഞു തലയില് പ്രഷർ കൊടുക്കാൻ നിക്കണ്ട. എനിക്കിപ്പൊ സംസാരിക്കാൻ സമയമില്ല. നമുക്ക് പിന്നെ കാണണം. ഇതെവിടുന്ന് ഈ സൗണ്ട്? താനിപ്പോ എന്തെങ്കിലും സൗണ്ട് കേട്ടോ? കേട്ടായിരുന്നു സാർ. ദൈവമേ, ഇവിടെ പാമ്പ് കയറിയോ? വന്ന് ഓഫീസ് സേഫ് ആവാതായി. എന്റെ നസ്രീനെ, ഇത് നീയായിരുന്നോ? ഞാൻ വേറെന്തൊക്കെ വിചാരിച്ചു. അല്ല, നാട്ടിൽ നിന്ന് ഇത് എപ്പോ വന്നു? എന്റെ റബ്ബേ, അപ്പൊ നിങ്ങൾ എന്റെ പേര് മറന്നിട്ടില്ലല്ലേ? ഞാൻ വിചാരിച്ചു കുറച്ചു ദിവസം കാണാണ്ടായ നമ്മളങ്ങ് മറന്നു പോകൂന്ന്. നീ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന കാര്യമൊന്നും പറയില്ല എന്റെ പെണ്ണെ. നിന്നെ ഞാൻ മറക്കുവോ? ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാ. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. ശരിയെന്നാ. അയ്യോ വിനിക്ക പോലെ. അത് പിന്നെ ഞാൻ നിങ്ങൾക്കേ നല്ല നൂലിടിയപ്പവും അതിന്റെ കൂടെ കഴിക്കാൻ നല്ല കുരുമുളക് ഇട്ട താറാവ് റോസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ക്യാൻറ്റീനില് എന്റെ കൂടെ ഇരുന്ന ഞാനത് തരാം. അതെന്തായാലും കാലക്ക്
അപ്പൊ എന്തായാലും കാണണമല്ലോ. ഷേടാ, ഇവിടെന്താ ഉണ്ടായേ? അല്ല ഞാനെന്ത് പുകയോ? ഇവളുമാർക്കൊക്കെ എന്നെ കണ്ടുകൂടി. ഓ, നാശം പിടിക്കാനും കൊണ്ട് ഇങ്ങാർക്ക് ഞാൻ വല്ല വിഷവും കലക്കി കൊടുക്കും. ഷ്യോ, എല്ലാവർക്കും എന്നെ മതി. എന്റെ കർത്താവേ, പാവത്തുങ്ങൾക്ക് ഇത്ര സൗന്ദര്യം തരില്ലേ. എന്താ മഹാദേവി കാണിച്ചു വെച്ചിരിക്കുന്നത്? താനിന്ന് ഈ ഡോക്യുമെന്റ്സ് ആണോ അവിടെ പോയി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? നല്ലതായിരിക്കും കേട്ടോ. മര്യാദക്ക് ഇതിലെ വേരിയേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് 1 അവറിനുള്ളിൽ ഇവിടെ ശരിയാക്കി കൊണ്ടുവന്ന് കാണിച്ചിരിക്കണം. എന്നിട്ട് താനിത് പ്രസന്റ് ചെയ്താൽ മതി. മനസ്സിലായോ? ഓ, കാലിന്റെ തനിക്കോണം പുറത്തു വന്നു. ഞാൻ വല്ല പെണ്ണുമായി ജനിച്ചാ മതിയായിരുന്നു. ഓക്കെ സോ, ഞാനിത് കറക്റ്റ് ചെയ്തോളാം. ഇവിടെ എന്റെ കൈ തന്നെ എത്തണമല്ലോ എല്ലായിടത്തും. കൊറേ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതൊക്കെ ആണല്ലോ കൂടെ ഉള്ളത്. പിന്നെ എങ്ങനാ കമ്പനി രക്ഷപ്പെടുന്നത്? എക്സ്ക്യൂസ് മീ, മേ കമിൻ സോ? ഇനി അടുത്തത് ആരാണാവോ? അയ്യോ, ഇരിക്കിരിക്ക്. സാർ എന്തിനാ സാർ എഴുന്നേക്കുന്നത്? അല്ല, സാറിന് രാവിലെ കോഫി, ടീ അതൊന്നും കൊടുത്തില്ലേ? എന്താ മഹാദേവി ഇവിടെ തന്നെ നിൽക്കുന്നത്? പോയി വേഗം കൊണ്ടുപോവാ. അല്ലേല് വേണ്ട, സാർ ഇപ്പൊ ചൂടിലല്ലേ, അപ്പൊ ഒന്ന് തണുപ്പിച്ചേക്കാം. സിറ്റുവേഷന് അതാണല്ലോ ബെസ്റ്റ്. ഒരു ലൈം ജ്യൂസ് ആവട്ടെ. എന്റെ പൊന്നളിയ, ശവത്തെ കുത്താതെ. നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടല്ലേടാ. അവന്റെ ഒരു ഹെൽപ്പ്. എടത്തെടി, എന്റെ വാച്ച്, എന്റെ കോട്ട്, എന്റെ കാറിന്റെ കീ, എന്റെ ക്യാബിൻ, എന്റെ ചെയർ. കൊള്ളാം. നല്ല പരിചയമുള്ള സ്മെല്ല്. എടാ കള്ളപ്പന്നി, ഇന്നലെ എന്റെ പെണ്ണ് ഗിഫ്റ്റ് തന്ന പെർഫ്യൂം എടുത്ത് അടിച്ചല്ലേടാ. ഞാൻ അത് തൊട്ടനക്കാതെ വെച്ചേക്ക് തരുന്നില്ലേടാ. ഇത് കൊള്ളാലോ കളി. പുലി അങ്ങനെ പൂച്ചയായി. കണ്ടു നിക്കാൻ നല്ല രസമുണ്ട്. എന്റെ പൊന്നു മച്ച, പുതിയ പെർഫ്യൂം ഞാൻ വാങ്ങിത്തരാം. തോടാ, ലവനോടെ നിക്കുന്നു. അവന്റെ മുന്നിൽ വെച്ച് നാറ്റിക്കല്ലേടാ പ്ലീസ്. പെർഫ്യൂമിന്റെ കാര്യം ഞാൻ പിന്നെ സംസാരിക്കാം. അല്ല, വേറെന്താടാ ഇനി എന്റേതുള്ളത്? ഇനി അകത്തുള്ളത് എന്തേലും? ഓ, ഇത് എന്റെ പൊന്നു മോനെ, അകത്തുള്ളതൊക്കെ എന്റെ തന്നെ. ഞാൻ പുതിയത് വാങ്ങിയായിരുന്നു. ഇങ്ങനൊരു ചേറ്റ. ഇപ്പോഴത്തേക്കിനെ എന്റെ നൻപൻ അങ്ങോട്ട് ചെല്ല്. മോൻ പോയിട്ടെ മോന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് സാറ് കളിക്കേ. പോടാ, പോയി പണിയെടുക്ക്. മേ കമിൻ സോ? യെസ്, കമിൻ. സോ, ഇതാണ് ആ ന്യൂ അപ്പോയിന്റ്മെന്റ്. ഓ, ഇതാണല്ലേ ആ രുദ്രനാഥ്. രുദ്ര, ടേക്ക് യു സീറ്റ്. ഗുഡ് മോർണിംഗ് സോ. ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തനിക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? യെസ് സർ, മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മഹാദേവിനോട് ചോദിച്ചാൽ മതി. ദേവ്, രുദ്രനെ അയാളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ കൊണ്ടുപോയി കാണിക്കേ. ബാക്കിയൊക്കെ അവര് നോക്കിക്കോളും. ഓക്കെ സോ. സർ? അയ്യോ, എന്നെ സാറൊന്നും വിളിക്കണ്ട. എന്റെ പേര് മഹാദേവ്. എന്നെ ദേവെന്ന് വിളിച്ചോളൂ. ദേവ്? അല്ല, ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ? എല്ലാരും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ സത്യം പറയാലോ, ഈ ഓഫീസിലെ വൺ ഓഫ് ദ വേസ്റ്റ് വർക്കേഴ്സ് ഉള്ള ഡിപ്പാർട്ട്മെന്റാ തന്റേത്. എല്ലാവരും ഭയങ്കര നൈസാണ്, ഫ്രണ്ട്ലിയുമാണ്. പക്ഷേ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ ശാപം അതിന്റെ ഹെഡാ. അയ്യോ, അത്രയ്ക്ക് കുഴപ്പക്കാരനാണോ? കുഴപ്പക്കാരനാണോന്നൊക്കെ ചോദിച്ചാ എന്റെ കൃഷ്ണ, ആ കാലമാടിനെ പറ്റി ഓർക്കാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. എന്നാലും തനിക്ക് ഞാൻ പറഞ്ഞു തരാം. കാഞ്ഞിരപ്പള്ളി കുഞ്ഞുഞ്ഞിന് നല്ല ഡേവിഡ് കാഞ്ഞാണിനുണ്ടായ ഒരൊന്നൊന്നര ഐറ്റം. അതെ, ഒരു മിനിറ്റ്. താൻ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ലോക വായു നോക്കി കാലുവാരി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നൊക്കെ നമ്മുടെ കാരണവന്മാര് പറയുന്ന ഒരു മുതലാണ് ദത്. പിന്നെ പുള്ളിയുടെ മെയിൻ ഹോബി എന്താന്ന് വെച്ച് കഴിഞ്ഞാ പെണ്ണുപിടി. ഈ പെണ്ണുപിടി എന്നൊക്കെ പറഞ്ഞാല്
ഓരോ ദിവസവും എത്ര എണ്ണത്തെ കൊണ്ട് നടക്കുന്നതെന്ന് അങ്ങാർക്കും കൂടെ അറിയത്തില്ല. ഇവിടുമാരൊക്കെ എന്ത് കണ്ടിട്ടാണാവോ വീഴുന്നത്. അപ്പനും അമ്മയൊന്നും ഇല്ല, ഒരു ഓർഫനേജിലാ വളർന്നത്. സ്വന്തം എന്ന് പറയാൻ ആ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് മാത്രമാണ് ഉള്ളത് പറയാലോ. ആളോട് ആരും മിണ്ടിയാലും പെട്ടെന്ന് കമ്പനിയാവും. ആർക്കും അങ്ങനെ ഇയാളെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല. പിന്നെ നമ്മുടെ ബോസ് ഇല്ലേ, ഹർഷു സാറിന്റെ ചങ്കാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അവര് പണ്ട് മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരൊക്കെയാ. തൽക്കാലം താൻ ഇത്ര അറിഞ്ഞാ മതി, ബാക്കിയൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിലില്ലേ, അതങ്ങോട്ട് കാണിച്ചാ മതി. ദേ, ഇതാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ചെന്ന് കയറിക്കോട്. എന്റെ ദൈവമേ, ഇതെന്തൊക്കെയാ ഈ കേക്കുന്നത്? താങ്ക്സ് ദേവ്, ഇത്രയും പറഞ്ഞു തന്നതിന്. ഇതൊക്കെ എന്ത്? ഇങ്ങനെ ഡെയിലി ഓരോരുത്തരെ സഹായിക്കുന്നതാ എന്റെ ഒരു ഹോബി. പിന്നെ അങ്ങാർക്ക് ഈ പെമ്പിള്ളാരുടെ മേലെ മാത്രമല്ല കണ്ണ്, ആമ്പിള്ളാരുടെ മേലെയും ഉണ്ടെന്നാ കേക്കുന്നത്. എന്നെ പണ്ടൊന്ന് ട്യൂൺ ചെയ്യാൻ നോക്കിയതാ, ഞാൻ വളഞ്ഞു കൊടുത്തില്ല. പിന്നെ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു തന്നത്. എന്റെ ഭഗവാനെ, ഞാൻ വന്ന് കയറിയപ്പോ തന്നെ ഇതൊക്കെയാണല്ലോ കേൾക്കുന്നത്. രുദ്ര, ഒന്നുമില്ല, ടെൻഷൻ ആവണ്ട, എല്ലാം ഓക്കെയാണ്. എല്ലാം മഹാദേവൻ നോക്കിക്കോളും. നോക്കുമായിരിക്കുമല്ലോ അല്ലേ? കൈ വിടരുത് പ്ലീസ്.